പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്, കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഡ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. ഇപ്പോൾ പെർമിഷൻ ഇല്ലാത്ത ആളുകൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുള്ള ഡാറ്റ ആക്സസ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. 3 ഫീച്ചേഴ്സ് ആണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഒന്നാമത്തെ ഫീച്ചറാണ് പാസ്വേഡ് സെക്യൂരിറ്റി, സെക്കൻഡ് ഡാറ്റ ഓഡിറ്റ് ആൻഡ് തേർഡ് വൺ ഡാറ്റ വോൾട്ട്. ഇതിൽ ഓരോ സെക്യൂരിറ്റി ഫീച്ചേഴ്സും നമുക്ക് പ്രത്യേകം ഡിസ്കസ് ചെയ്യാം. ആദ്യം പാസ്വേഡ് സെക്യൂരിറ്റി. നമുക്ക് പരിചയമുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് പാസ്വേഡ് സെക്യൂരിറ്റി. ഒരു മൊബൈൽ ഫോണിലേക്ക്, അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലേക്ക്, അതല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിലേക്ക് എൻട്രി ചെയ്യുന്നതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെക്യൂരിറ്റി മെത്തേഡാണ് പാസ്വേഡ് സെക്യൂരിറ്റി. അപ്പോൾ അത് എൻട്രി ചെയ്യുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും നമ്മളോട് ആവശ്യപ്പെടും. കൃത്യമായ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ പാസ്വേഡ് ഈസ് ദ കോഡ് ടു അലോ ആക്സസ് ടു ദ സിസ്റ്റം ആൻഡ് ഡാറ്റ. അപ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് പാസ്വേഡ് സെക്യൂരിറ്റി സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ സെക്യൂരിറ്റി ഫീച്ചറാണ് ഡാറ്റ ഓഡിറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഒരു അക്കൗണ്ടന്റ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ് പിന്നീട് ആരെങ്കിലും വന്ന് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ വിവരം ഈ അക്കൗണ്ടന്റിനെ അറിയിക്കുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ് ഡാറ്റ ഓഡിറ്റ്. അപ്പൊ ആരാണത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്, ഏത് സമയത്താണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഫീച്ചറിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ദിസ് enables us to know who and what changes has been made in the original data. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ വരുന്ന മൂന്നാമത്തെ സെക്യൂരിറ്റി ഫീച്ചറാണ് ഡാറ്റ വോൾട്ട്. ഡാറ്റ വോൾട്ട് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ സെക്യൂരിറ്റി ഫീച്ചറാണ്. ഈ സെക്യൂരിറ്റി ഫീച്ചറുള്ള സിസ്റ്റം ചെയ്യുന്നത്, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റകളെല്ലാം അതുപോലെ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഇൻപുട്ട് ചെയ്ത ഡാറ്റകളൊക്കെ എൻക്രിപ്റ്റ് ചെയ്ത് ഒരു കോഡഡ് ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ടാണത് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ അത് നമുക്ക് റിട്രീവ് ചെയ്യുന്ന സമയത്ത് ആ കോഡഡ് ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ആ കോഡഡ് ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സിസ്റ്റം അത് ഔട്ട്പുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഒരു കോഡഡ് ടെക്സ്റ്റ് മാത്രമാണ്, കോഡഡ് ഡാറ്റയാണ്. ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ മറ്റൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാലും അയാൾക്ക് അത് ഡീകോഡ് ചെയ്യാൻ കഴിയുന്നില്ല. ദിസ് ഈസ് ആൻ അഡീഷണൽ സെക്യൂരിറ്റി ഡൺ ത്രൂ ഡാറ്റ എൻക്രിപ്ഷൻ. ഈവൻ ഇഫ് ദ ഡാറ്റ ആർ റീച്ച്ഡ് ഇൻ ദ റോങ് ഹാൻഡ്സ്, ദ റിസീവർ കനോട്ട് ഡീകോഡ് ഇറ്റ്. അപ്പോ നമ്മൾ സേവ് ചെയ്യുന്നത് കോഡഡ് ടെക്സ്റ്റ് ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അത് ഡീകോഡ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിന് മാത്രമാണ് കഴിയുന്നത്. അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും 2 ജോലികളാണ് വരുന്നത്. There are 2 activities in the usage of software of computerized accounting system. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് 2 തരം ജോലികളാണ് വരുന്നത്. ഫസ്റ്റ് വൺ ടൈം ആക്ടിവിറ്റീസ്. വൺ ടൈം ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ചില ജോലികളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓർഗനൈസേഷണൽ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക, അക്കൗണ്ടിംഗ് പീരിയഡ് സെറ്റ് ചെയ്യുക, ദെൻ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഗ്രൂപ്പ് സെറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സോഫ്റ്റ്വെയറിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ഡീറ്റെയിൽസ്, അക്കൗണ്ടിംഗ് പീരിയഡ്, ദെൻ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ഒരിക്കൽ മാത്രം എൻട്രി ചെയ്താൽ മതി. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് റിക്കറിംഗ് ആക്ടിവിറ്റീസ്. റിക്കറിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരേ കാര്യം തന്നെ വീണ്ടും ചെയ്യേണ്ടി വരുന്ന ആക്ടിവിറ്റീസിനെയാണ് റിക്കറിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ജനറേഷൻ ഓഫ് റിപ്പോർട്ട്. അപ്പൊ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ നിരന്തരം എൻട്രി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഒരേ ട്രാൻസാക്ഷൻ തന്നെ പല പ്രാവശ്യം എൻട്രി ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ റിപ്പോർട്ട് ജനറേഷനും നമ്മൾ ഒരേ റിപ്പോർട്ടുകൾ പല സമയങ്ങളിലും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പൊ 2 തരം ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. വൺ ടൈം ആക്ടിവിറ്റീസ്, അത് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ്. ദെൻ റിക്കറിംഗ് ആക്ടിവിറ്റീസ്, അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസിനെയാണ്
റിക്കറിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് എന്തൊക്കെയാണ്? മെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻക്ലൂഡ്, ഫസ്റ്റ് മെറിറ്റ് ആണ് ടൈംലി ജനറേഷൻ ഓഫ് ഡിസൈർഡ് റിപ്പോർട്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. സെക്കൻഡ് മെറിറ്റ് ആണ് എഫിഷ്യൻസി ഇൻ റെക്കോർഡ് കീപ്പിംഗ്. അപ്പോൾ നമുക്ക് ചെലവ് ചുരുക്കി അക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ സൂക്ഷിക്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മളെ സഹായിക്കും. ദെൻ സേവ്സ് ടൈം ആൻഡ് മണി. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലേക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്തു കൊടുക്കുന്ന ജോലി മാത്രമാണ് നമുക്കുള്ളത്. അതിനുശേഷം വരുന്ന പോസ്റ്റിംഗ്, ബാലൻസിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സിസ്റ്റം സ്വമേധയാ ചെയ്യും. അപ്പൊ നമുക്ക് ടൈം സേവ് ചെയ്യാൻ കഴിയും, നമ്മുടെ പണം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഓട്ടോമാറ്റഡ് ജനറേഷൻ ഓഫ് റിപ്പോർട്ട്. ഇപ്പൊ മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഒരു റിപ്പോർട്ട് നമ്മൾ മാനുവലായിട്ട് തയ്യാറാക്കണം. ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്ന റിപ്പോർട്ടുകളെല്ലാം ഈ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പോർട്ടുകൾ പ്രിന്റ് ചെയ്ത് വരും. ഇപ്പൊ ഒരു സെയിൽസ് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബില്ല് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിന്റ് ചെയ്ത് വരും. ഒരു റെസിപ്റ്റ് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റെസിപ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിന്റ് ചെയ്ത് വരും. അങ്ങനെ ഓട്ടോമാറ്റിക് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ലഭ്യമാണ്. അതൊരു പ്രധാനപ്പെട്ട മെറിറ്റ് ആണ്. അക്യുറേറ്റ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ. കൃത്യമായ ഇൻഫർമേഷൻ ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. മാത്രവുമല്ല, ഓരോ ജേണൽ എൻട്രികൾ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്തും ഓരോ അക്കൗണ്ടുകളും അതാത് സമയങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ എൻട്രികൾ ചെയ്ത ഉടനെ തന്നെ അതിന്റെ പോസ്റ്റിങ്ങും ബാലൻസിങ്ങും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമാകും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട മെറിറ്റ് ആയിട്ട് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഡീമെറിറ്റ് ആണ് ഡേഞ്ചർ ഓഫ് ഹാക്കേഴ്സ് ആൻഡ് സ്റ്റീലിംഗ് ഓഫ് ഡാറ്റ. ഹാക്കിംഗ് മീൻസ് അൺഓതറൈസ്ഡ് ആക്സസ് ആണ് ആൻഡ് ഡിസ്ട്രോയിങ് ഓഫ് ഡാറ്റ. അൺഓതറൈസ്ഡ് ആയി ആരെങ്കിലും നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്ത് നമ്മുടെ ഡാറ്റ നശിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഡീമെറിറ്റ്. നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് പേഴ്സണൽ. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് അറിയുന്ന, കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ അറിയുന്ന ആളുകൾ നമുക്ക് ആവശ്യമായി വരും. അതിന്റെ ലഭ്യത കുറവാണെങ്കിൽ അതൊരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ദെൻ ഹ്യൂജ് ട്രെയിനിങ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ചെയ്തിരുന്ന സിസ്റ്റം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിലേക്ക് മാറുന്ന സമയത്ത് നമ്മുടെ എല്ലാ സ്റ്റാഫിനും ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്ന സമയത്തും ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെ നമുക്ക് വലിയ ചെലവുകൾ വരും. ഹ്യൂജ് ട്രെയിനിങ് കോസ്റ്റ്. Due to frequent technological changes, the organization needs to upgrade the hardware and software. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഡീമെറിറ്റ് ആണ്. ടെക്നോളജിയിൽ നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അതിനെല്ലാം നമുക്ക് ചെലവ് വരും. അതൊരു പ്രധാനപ്പെട്ട ഡീമെറിറ്റ് ആണ്. അൺപ്രോഗ്രാംഡ് റിപ്പോർട്ട്സ് കനോട്ട് ബി ജനറേറ്റഡ്. ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ നേരത്തെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതിൽ നേരത്തെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താത്ത ഒരു റിപ്പോർട്ട് നമുക്ക് ഇതിലേക്ക് റിക്വസ്റ്റ് ചെയ്യാനോ അത് ജനറേറ്റ് ചെയ്യാനോ നമുക്ക് കഴിയുന്നില്ല. ഇത്രയാണ് പ്രധാനപ്പെട്ട ഡീമെറിറ്റുകൾ. ഒരു ടേം കൂടി ഈ ചാപ്റ്ററിൽ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഫങ്ഷണലി സപ്പോർട്ടീവ് ടു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്? ഒരു സ്ഥാപനത്തിലെ മാനേജ്മെന്റുകളെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ആ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷൻസ് അത് മാനേജ്മെന്റ് ഡിസിഷൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം ഐഡന്റിഫൈ, കളക്ട്, പ്രോസസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആൻഡ് മേക്ക് ഇറ്റ് അവൈലബിൾ ടു ദ യൂസേഴ്സ്. അപ്പോൾ പ്രധാനമായിട്ടും അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്ത് അത് കളക്ട് ചെയ്ത്
പ്രോസസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ സിസ്റ്റത്തെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സബ് സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സബ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇതിലൊന്ന് വരുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം. ക്യാഷ് ട്രാൻസാക്ഷൻസും ബാങ്ക് ട്രാൻസാക്ഷൻസും നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. സെയിൽസ് അക്കൗണ്ട്, റിസീവബിൾ അക്കൗണ്ട് പ്രോസസ് ചെയ്യുന്നുണ്ട്, അതൊരു സബ് സിസ്റ്റം ആണ്. ഇൻവെന്ററി നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. പർച്ചേസും സപ്ലയേഴ്സിന്റെ അക്കൗണ്ട് നമ്മൾ മാനേജ് ചെയ്യാറുണ്ട്. എംപ്ലോയീസിന്റെ സാലറിയുമായി ബന്ധപ്പെട്ടുള്ള പേറോൾ അക്കൗണ്ടിങ് വരുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്. ടാക്സ് അക്കൗണ്ടിങ്, ഫൈനൽ അക്കൗണ്ട്സ്, കോസ്റ്റ് കാൽക്കുലേഷൻ, ദെൻ ബഡ്ജറ്റ്. ഇത്രയും സബ് സിസ്റ്റങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. പാസ്വേഡ് സെക്യൂരിറ്റി എന്താണ്, ഡാറ്റ ഓഡിറ്റ് എന്താണ്, ഡാറ്റ വോൾട്ട്. ദെൻ ഈ സിസ്റ്റത്തിന്റെ മെറിറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ദിവസം നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ആരംഭിക്കാം. ഓക്കെ.